അൺചെൻഡിലെ വന്ന ഡ്രാമയുടെ 20ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറാങ് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞൊന്നും അറിയാതെ ഇല്ലു അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് മുറാങ് അവളെ ഗാർഡനിലേക്ക് വിളിപ്പിച്ച് അവിടെ അറേഞ്ച് ചെയ്ത ഒരു ഷോ കാണിച്ചു കൊടുക്കുന്നത്. ഷോയിലെ മെയിൻ ക്യാരക്ടേഴ്സ് അവളും ദുബോയുമാണ്. അവിടെ എത്തിയപ്പോൾ തന്നെ അവൾക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഷോ പകുതിയായപ്പോൾ തന്നെ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അയാൾ അറിഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. അവൾക്ക് വാണിംഗ് കൊടുക്കാനെന്നോണം ഷോയിൽ ദുബോയെ അഭിനയിച്ച ആളെ അടുത്തേക്ക് വിളിപ്പിച്ച് മുറാങ് ശരിക്കും ഉപദ്രവിക്കുന്നു. ഇല്ലു തടസ്സം പിടിച്ചാൽ ചെന്നപ്പോൾ അവളുടെ കഴുത്തിലിട്ടിരുന്ന ദുബോയുടെ മോതിരവും അയാൾ കാണുന്നു. അതപ്പോൾ തന്നെ പൊട്ടിച്ച് നിലത്തേക്ക് എറിഞ്ഞിട്ട് ഇല്ലുവിനോട് തിരികെ കൊട്ടാരത്തിലേക്ക് ഇപ്പോൾ തന്നെ പുറപ്പെടാൻ അയാൾ ഓർഡർ നൽകുന്നു. തനിക്കിനി രക്ഷയില്ല എന്ന് ഇല്ലുവിന് മനസ്സിലാക്കുന്നുണ്ട്. അയാളുടെ ഓർഡർ അനുസരിച്ച് അന്ന് തന്നെ ദുബോയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദുബോയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കാവോ എതിർക്കാൻ തുടങ്ങിയെങ്കിലും ദുബോ അവനെ കൺട്രോൾ ചെയ്ത് സൈനികർക്കൊപ്പം പോകുന്നു. കൊട്ടാരത്തിൽ തിരികെത്തിയ ഇല്ലുവിനെ തനിച്ചൊരിടത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അവൾക്ക് കാവലിനായി ഒരു തോഴിയെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പെർമിഷൻ ഇല്ലാതെ അവൾക്ക് എവിടെയും പോകാൻ കഴിയില്ല. ദുബോയെ അറസ്റ്റ് ചെയ്തു എന്ന വിവരം തോഴിമാർ തമ്മിൽ പറയുന്നത് കേട്ട ഇല്ലു എതിർപ്പൊന്നും വകവയ്ക്കാതെ മുറോങ്ങിനെ കാണാൻ പോകുന്നു. അവൾ ചെല്ലുമ്പോൾ യുലു അവിടെ ഇരിപ്പുണ്ട്. പ്രിൻസിന്റെ കൂടെ ചേർന്ന് അവൾ ചതിക്കുകയായിരുന്നു എന്നറിയിട്ടും പിന്നെയും അവളെ എന്തിനാണ് മുറോങ് അവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് ഇല്ലുവിന് മനസ്സിലാകുന്നില്ല. അവളോട് സംസാരിക്കാൻ നിൽക്കാതെ അവൾ മുറോങ്ങിനെ വിളിക്കുന്നുണ്ടെങ്കിലും അയാൾ അവിടെ ഇല്ല എന്ന് യുലു പറയുന്നു. വിശ്വാസം വരാതെ അവൾ മുറി തുറന്ന് നോക്കി ബോധ്യപ്പെടുന്നുണ്ട്. ഇല്ലു അയാളെ അന്വേഷിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ യുലു അവളെ പിടിച്ചു നിർത്തി അവളുമായി ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. നീ കാരണമാണ് ഞാൻ ഇന്നത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. നീ കാരണമാണ് പ്രിൻസുമായുള്ള എൻ്റെ വിവാഹം നടന്നത്. എന്നെ ഈ അവസ്ഥയിലെത്തിച്ചിട്ട് നീ അഭിമാനത്തോടെ ജീവിക്കുകയാണെന്നൊക്കെ ചോദിച്ച് യുലു അവളോട് ദേഷ്യപ്പെടുന്നു. നമ്മുടെ അച്ഛനാണ് നിന്നെ ഉപയോഗിച്ചതും ഈ അവസ്ഥയിൽ എത്തിക്കാൻ കാരണമായതും. നിന്നെ ദ്രോഹിച്ചത് പ്രിൻസും ഒക്കെ ചേർന്നിട്ടാണ്. എന്നിട്ട് നീ അതെല്ലാം എൻ്റെ തലയിലേക്ക് ചാരി സ്വയം ചേർന്നാവുന്നത് എന്തിനാണ് എന്ന് ഇല്ലു അവളോട് ചോദിക്കുന്നു. സംസാരത്തിനിടയിൽ അവളുടെ കയ്യിലൊക്കെ മുറിവുകൾ പറ്റിയിരിക്കുന്നതും ഇല്ലു കാണുന്നു. നിന്നെ തടവറയിലാക്കിയപ്പോൾ മുറോങ് ചെയ്യിപ്പിച്ചതാണോ ഇതൊക്കെ? എന്നിട്ട് നീ അയാളെ വിശ്വസിക്കുകയാണോ? നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്നെ ഇങ്ങനെ അടുത്തിട്ട് നിർത്തിയിരിക്കുന്നതെന്നാണോ നീ കരുതുന്നത്? നിന്റെ അഭിമാനം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒട്ടരം വിട്ടുപോകാനുള്ള അനുവാദം വാങ്ങിക്കുന്നതാണ് നല്ലത് എന്ന് ഇല്ലു അവളെ ഉപദേശിക്കുന്നു. പക്ഷെ അവൾക്ക് തന്നോട് അസൂയ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് യുലു ചിന്തിച്ചത്. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഇല്ലു പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് സുൻ അവിടേക്ക് കയറുമെന്ന് അവർ രണ്ടുപേരെയും മുറോങ് വിളിപ്പിക്കുന്നു എന്നറിയിച്ചത്. കൊട്ടാര സഭയിലേക്കായിരുന്നു അവരെ വിളിപ്പിച്ചത്. അവിടെ വെച്ച് യുലുവിനെ തൻ്റെ രാജ്ഞിയാക്കാൻ പോവുകയാണെന്ന് തീരുമാനം മുറോങ് എല്ലാവരെയും അറിയിക്കുന്നു. രാജ്യദ്രോഹിയുടെ ഭാര്യയെ അവളെ അയാൾ ഭാര്യയാക്കാൻ പോകുന്നുവെന്നറിഞ്ഞപ്പോൾ മന്ത്രിമാരും മറ്റുള്ളവരും ശക്തമായി എതിർക്കുന്നു. യുലു തനിക്ക് കൈവരാൻ പോകുന്ന ഭാഗ്യത്തെക്കുറിച്ച് അറിഞ്ഞ് സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ്. മന്ത്രിമാരുടെ എതിർപ്പൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിൽ മുറോങ് അവളെ അടുത്തേക്ക് വിളിപ്പിച്ച് കൂടെ ഇരുത്തുകയും സ്നേഹം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നു. മാത്രമല്ല മന്ത്രിമാരുടെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി അവർക്ക് മുന്നിൽ ഒരു ഡാൻസ് കളിക്കാനും പറയുന്നു. യുലു ആദ്യം ഒന്നും മടിച്ചെങ്കിലും രാജ്ഞിയാകാൻ വേണ്ടിയല്ലേ അവൾ അതും ചെയ്യുന്നുണ്ട്. മുറോങ് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂടുന്നതെന്ന് യുലുവിനും മനസ്സിലാക്കുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ ഡാൻസ് കളിക്കാൻ കൂടി തുടങ്ങിയതോടെ യുലു ആകെ മോശപ്പെട്ടവളാണെന്ന രീതിയിൽ മന്ത്രിമാരൊക്കെ നാണക്കേട് കൊണ്ട് തലകുടിച്ച് നിൽക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഡാൻസ് കഴിഞ്ഞപ്പോൾ മുറോങ് യുലുവിനെ വീണ്ടും അടുത്ത് വിളിച്ചിരുത്തുന്നു. ഈ സമയത്ത് വിവരമറിഞ്ഞ അവിടെ എത്തിയ രാജമാതാവ് യുലുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുന്നു. രാജ്യദ്രോഹിയായ അവളെ അല്ലാതെ വേറെ ആരെ വേണമെങ്കിലും അവൻ രാജ്ഞിയാക്കുന്നതിൽ എതിർപ്പില്ല എന്നവർ അവിടെ വെച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പെർമിഷൻ വാങ്ങുക തന്നെയായിരുന്നു മുറോങ്ങിൻ്റെ ഉദ്ദേശവും. അതിനുവേണ്ടിയാണ് അയാൾ ഈ നാടകങ്ങളൊക്കെ കളിച്ചത്. ഇല്ലുവിനെ രാജ്ഞിയെ പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന ഉത്തരവ് അയാൾ സുനിനെ കൊണ്ട് വായിപ്പിക്കുന്നു. അവളെ രാജ്ഞിയാക്കുന്നതിന് മുമ്പ് രാജമാതാവ് അനുവാദം നൽകിയിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവർ എതിർത്തപ്പോഴും മുറോങ് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് ഇല്ലുവും അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും അയാൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. സത്യത്തിൽ അവളെ രാജ്ഞിയാക്കിയായിരുന്നു അയാളുടെ ഉദ്ദേശം. അതിനെ എല്ലാവരും എതിർക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യം യുലുവിനെ ഉപയോഗിച്ച് അയാൾ അങ്ങനെ ഒരു നാടകം കളിച്ചത്. അവസാനം എല്ലാവർക്കും അയാൾ പറയുന്നത് അംഗീകരിക്കേണ്ടി വരുന്നു. തന്നെ എന്നേക്കുമായി ഇമ്പീരിയൽ സിറ്റിയിൽ തളച്ചിടുകയാണ് അയാളുടെ ഉദ്ദേശമെന്ന് ഇല്ലുവിന് മനസ്സിലാക്കുന്നു. രാജമാതാവ് കാരണമാണ് തനിക്ക് രാജ്ഞിയുടെ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത്. മുറോങ്ങിനോട് സംസാരിച്ചാൽ ചിലപ്പോൾ അത് തിരികെ കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയിൽ യുലു പിന്നീട് മുറോങ്ങിൻ്റെ അടുത്തെത്തി സംസാരിച്ച് നോക്കുന്നുണ്ട്. അയാൾ പക്ഷെ ഒരു കപ്പെടുത്തെറിഞ്ഞ് അവളുടെ മുഖത്ത് മുറിവേൽപ്പിക്കുകയും അവളെ കൊട്ടാരത്തിലെ അടിമപ്പണിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യുന്നു. ഇല്ലു നൽകിയ മുന്നറിയിപ്പ് സത്യമായിരുന്നു എന്ന് അവൾക്ക് ഇപ്പോഴാണ് ബോധ്യമായത്. മുറോങ് അതിനുശേഷം ഇല്ലുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളോട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരാൻ ആവശ്യപ്പെടുന്നു. അവളെയും കൂട്ടി തടവറയിലേക്കാണ് അയാൾ പോയത്. അവിടെ ശരീരമാസകലും മുറിവുകളുമായി ബോധം നഷ്ടപ്പെടാറായ അവസ്ഥയിൽ കെട്ടിയിട്ടിരിക്കുന്ന ദുബോയെ കണ്ട് ഇല്ലു ഓടി അടുത്തേക്ക് ചെല്ലുന്നു. ഇനി അവനെ ഉപദ്രവിക്കരുത്, ഞാനാണ് അവനെ വശീകരിക്കാൻ ശ്രമിച്ചത്, എന്നെ ശിക്ഷിച്ചോളൂ എന്ന് ഇല്ലു അയാളോട് അപേക്ഷിക്കുന്നു. അവൾ അവനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നതോറും അവനുള്ള ശിക്ഷ കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മുറോങ് അവൻ്റെ കഴുത്തിലെ ചങ്ങല ഒന്നുകൂടി മുറുക്കുന്നുണ്ട്. എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, അവളെ വെറുതെ വിടാൻ ദുബോയും അയാളോട് പറയുന്നു. അവളെ രാജ്ഞിയാക്കാൻ പോവുകയാണെന്നുള്ള തീരുമാനം മുറോങ് അവനോട് പറയുന്നു. അവൾക്കൊരിക്കലും ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ കഴിയില്ല. ജീവിതകാലം മുഴുവൻ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയേണ്ടി വരും എന്നറിയിച്ച ശേഷം അവളെയും പിടിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇല്ലു നിസ്സഹായതയോടെ ദുബോയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ അത് കണ്ടു നിൽക്കാനേ അവനും കഴിയുന്നുള്ളൂ. രണ്ടുപേരും തെറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും കൂടി നാട് കടത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വാൻ മുറോങ്ങിൻ്റെ മുന്നിലെത്തുന്നു. അവരെ ഇവിടെ നിന്ന് രക്ഷിച്ചു വിടുകയാണ് അവളുടെ ഉദ്ദേശമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ബന്ധം പറഞ്ഞ് നീ അവരെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നില്ല എന്ന് ചോദിച്ച് മുറോങ് അവളെ കുറ്റപ്പെടുത്തുന്നു. ആദ്യമൊക്കെ സത്യം തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അധികാരം തലയ്ക്ക് പിടിച്ച് ചേട്ടൻ കാണിച്ചു കൂട്ടുന്നതൊക്കെ കണ്ടപ്പോൾ
ഇല്ലുവിൻ്റെ ഭാഗത്തിന് ശരിയുണ്ടെന്ന് തോന്നി. അവളോട് ചേട്ടനുള്ളത് സ്നേഹമല്ല, ആഗ്രഹിക്കുന്നതെന്ത് സ്വന്തമാക്കാൻ എനിക്ക് കഴിയും എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അവളെ സ്വന്തമാക്കണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വാൻവാൻ അയാളെ ശരിക്കും വിമർശിക്കുന്നു. അധികാരത്തിൻ്റെ ശക്തി എന്താണെന്ന് നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തരാം എന്ന് പറഞ്ഞ് അയാൾ അവളെയും കൂട്ടി ലിയാൻ്റെ അടുത്തേക്ക് പോകുന്നു. അടിച്ച അവശനാക്കി കൊല്ലാറായ അവസ്ഥയിലായിരുന്നു അവനെ ഉപദ്രവിക്കരുതെന്ന് വാൻവാൻ അയാളോട് അപേക്ഷിക്കുന്നു. ഒന്നുകിൽ ലിയാന് വേണ്ടി അപേക്ഷിക്കാം, അല്ലെങ്കിൽ ദുബോയ്ക്കും ഇല്ലുവിന് വേണ്ടി അപേക്ഷിക്കാം, ഏത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്നൊരു ഓപ്ഷനാണ് അയാൾ അവൾക്ക് നൽകിയത്. ലിയാനെ വെറുതെ വിടണമെന്ന് അവൾക്ക് പറയേണ്ടി വരുന്നു. പ്രണയത്തിന്റെ കാര്യം വന്നപ്പോൾ നിനക്കും സ്വാർത്ഥയാവേണ്ടി വന്നു, അതുപോലെ തന്നെയാണ് എനിക്കും എന്നയാൾ പറയുന്നു. വാൻവാൻ ഇനി മുതൽ ഇന്നും കൂടെ ഉണ്ടാകണം എന്നൊരു ഡിമാൻഡ് വെച്ചുകൊണ്ട് അവനെ സ്വതന്ത്രയാക്കാം എന്നയാൾ സമ്മതിക്കുന്നുണ്ട്. അയാൾ പോയി കഴിഞ്ഞപ്പോൾ വാൻവാൻ അവനെ വിളിച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നു. ഇവിടെ കാവൽ നിൽക്കുന്നവർക്ക് കൈക്കൂലി നൽകി സ്വാധീനിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിയാവുന്നത്ര ദൂരത്തേക്ക് പോയിക്കൊള്ളാൻ വാൻവാൻ അവനോട് പറയുന്നു. പക്ഷെ തനിച്ചു പോകാൻ അവൻ തയ്യാറാകുന്നില്ല. ചേട്ടൻ്റെ മരണത്തിൽ ഉത്തരവാദി നീയാണെന്ന രീതിയിൽ എനിക്ക് നിന്നോട് യാതൊരു വിരോധവുമില്ല. മുറോങ്ങിന് ഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് എൻ്റെ നാട്ടിലേക്ക് പോകാം, അവിടെ സാധാരണക്കാരായി കഴിയാം എന്നൊക്കെ അവൻ പറയുന്നു. വാൻവാൻ ആകെ ആശയക്കുഴപ്പത്തിലാകുന്നുണ്ടെങ്കിലും അവസാനം കൂടെ ചെല്ലാം എന്നവൾ സമ്മതിക്കുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി രക്ഷപ്പെട്ടു പോകാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വഴിയിൽ സൈന്യം അവരെ തടയുന്നു. തങ്ങൾ അവരുടെ ട്രാപ്പിൽപ്പെട്ടു എന്ന് മനസ്സിലായ വാൻവാൻ നിർബന്ധിച്ച് അവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവൻ്റെ പുറകെ പോകാത്ത സൈനികരെ തടയാൻ അവൾ ശ്രമിച്ചപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന രഥത്തിനുള്ളിൽ മുറോങ് ഉണ്ട് എന്ന് അവൾ അറിയുന്നത്. അയാൾ തന്നെ ടെസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. നീ ഇവനെ ഇത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് അവനെ തിരികെ ഇവിടെ എത്തിച്ച് അവൻ്റെ കൈയും കാലും ഒക്കെ വെട്ടിനുറുക്കി ഒരു ജാറിലാക്കി നിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കാം. അതാകുമ്പോൾ നിനക്കവനെ മിസ് ചെയ്തില്ല എന്ന് അയാൾ അവളോട് പറയുന്നു. മാത്രമല്ല ജീവനോടെ അല്ലാതെ അവനെ പിടിച്ചുകൊണ്ടുവരാൻ ഉത്തരവിടുകയും ചെയ്യുന്നു. അവളെ തിരികെ കൊട്ടാരത്തിൽ എത്തിച്ചൊരു മുറിയിൽ തടവിലാക്കുകയും ചെയ്യുന്നു. ഇമ്പീരിയൽ സിറ്റിക്ക് പുറത്ത് എവിടെയോ നിന്ന് സിഗ്നൽ നൽകാനായി അവൻ മൗത്ത് ഓർഗൻ വായിക്കുന്ന ശബ്ദം അവിടെ ഇരുന്ന് അവൾ കേൾക്കുന്നുണ്ട്. അവനിപ്പോൾ സേഫാണെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. ഇനിയും എന്നെ കത്തിൽക്കാതെ നിനക്ക് രക്ഷപ്പെട്ടുകൂടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇല്ലു ഇപ്പോൾ മുറിക്ക് പുറത്തു പോലും ഉറങ്ങാറില്ല. കൂടുതൽ സമയം ബെഡിൽ തന്നെയാണ്. ദുബായെ അറസ്റ്റ് ചെയ്തിട്ടും അവൻ്റെ ബ്യൂറോ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു എന്നറിഞ്ഞ മുറോങ് അവർ പ്രിൻസിനൊപ്പം ചേർന്ന് രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് അവരെ മുഴുവൻ കൊല്ലാൻ ഉത്തരവിടുന്നു. പ്രിൻസിനെതിരായ യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചവരാണവർ. അവരോട് ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ എന്ന് യുഷു ചോദിച്ചപ്പോൾ നീയും എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയാണെന്ന് ചോദിച്ച് മുറോങ് അവനെതിരെ തിരിയുന്നു. അതോടെ യുഷു ക്ഷമ പറഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞതുപോലെ അനുസരിക്കാൻ തയ്യാറായി പുറത്തേക്ക് പോകുന്നു. മുറോങ്ങിന്റെ നീക്കത്തെക്കുറിച്ച് അറസ്റ്റിലാകുന്നതിന് മുമ്പ് തന്നെ ദുബായ്ക്ക് സംശയം തോന്നിയിരുന്നതിനാൽ ഷുലിനെയും ബ്യൂറോയിലെ തന്റെ ആൾക്കാരെയും അവൻ നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. ടോങ്ങിനെയും കൂട്ടി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ കാവോയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ടോങ്ങും കാവോയും കൂടി എസ്കേപ്പ് ആവുന്ന സമയത്ത് സൈന്യം അവരെ വളയുന്നു. പക്ഷേ ഷിലിൻ സംഘവും തക്ക സമയത്ത് അവരുടെ സഹായത്തിനെത്തുന്നതിനാൽ അപകടമൊന്നും സംഭവിക്കുന്നില്ല. സൈനികരെ മുഴുവൻ കൊന്നൊടുക്കിയ ശേഷം ദുബായെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടി ഷുലിൻ തനിച്ച സിറ്റിയിലേക്ക് പോകുന്നു. കാവോയും മറ്റുള്ളവരും കൂടി തൽക്കാലം ഒളിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി മുറോങ് ഇപ്പോൾ വൈദ്യന്മാർ നിർദ്ദേശിച്ചതിൽ കൂടുതൽ ഉത്തേജക മരുന്നുകൾ കഴിക്കുകയാണ്. അതിൻ്റെ ശാരീരിക ക്ഷീണം അയാൾക്കുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് ആരോഗ്യം തകരാറിലാക്കും. അതുകൊണ്ട് മരുന്നുകളുടെ അളവ് കുറയ്ക്കട്ടെ എന്ന് സുൻ പലതവണ ചോദിച്ചെങ്കിലും അയാൾ സമ്മതിക്കുന്നില്ല. ഇല്ലിപ്പോൾ എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ കൂടുതൽ സമയം മുറിയിൽ തന്നെയാണെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ചെയ്തു തെറ്റി ബോധ്യപ്പെട്ട് കാണുമെന്ന് കരുതി മുറോങ് അവളെ കാണാനായി പോകുന്നു. ആഹാരത്തിന് മുന്നിൽ ഇരിക്കുകയായിരുന്ന ഇല്ലു അയാളെ കണ്ടപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത പോലെ ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു. നിനക്ക് ദുബായോട് ആത്മാർത്ഥമായി ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്ന് ആഹാരം കഴിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു എന്ന് അയാൾ ചോദിക്കുന്നു. ഇല്ലു പക്ഷേ യാതൊരു പ്രശ്നവുമില്ലാത്ത പോലെ കൂളായിരുന്ന ആഹാരം കഴിക്കുകയാണ്. ക്ഷമ നശിച്ച അയാൾ എന്നെ ചതിച്ച ഒരുത്തിക്ക് ഇങ്ങനെ സുഖമായി ജീവിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലിരുന്ന ഭക്ഷണം വാങ്ങി നിലത്തേക്ക് എറിയുന്നു. ഞാൻ നിങ്ങളെ ചതിച്ചു എന്ന് എന്തർത്ഥത്തിലാണ് നിങ്ങൾ പറയുന്നത്? നമ്മൾ ഒരിക്കലും പരസ്പരം പ്രണയിച്ചിട്ടില്ല. നിങ്ങളെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്ന് ഇല്ലു പറഞ്ഞപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു. ഈ ലോകത്തെ മുഴുവൻ എനിക്കെതിരാക്കി. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് എന്നോട് യാതൊരു കടപ്പാടുമില്ല എന്നാണോ നീ പറയുന്നത് എന്ന് മുറോങ് ദേഷ്യത്തിൽ ചോദിക്കുന്നു. നിനക്കെന്നോട് പ്രണയമാണ് എന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് നിനക്കറിയാമോ? എൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? എന്നെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. പിന്നെ നീ എങ്ങനെയാണ് എന്നെ ആഴത്തിൽ പ്രണയിക്കുന്നത്? എന്നോടുള്ള ഇഷ്ടത്തിൻ്റെ പേരും പറഞ്ഞ അധികാരത്തിൻ്റെ പടവുകൾ ഓരോന്നായി നീ ചവിട്ടി കയറുകയായിരുന്നു. എൻ്റെ പേരും പറഞ്ഞ് പലതിനെയും നീ അടിച്ചമർത്തി. സത്യത്തിൽ നിനക്ക് വേണ്ട അധികാരം മാത്രമാണ്. അതിന് നീ എന്നെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നിനക്ക് സ്വന്തമാക്കാൻ കഴിയാത്തത് സ്വന്തമാകുമ്പോൾ മാത്രമേ മറ്റുള്ളവർ നിന്റെ അധികാരം അംഗീകരിക്കുകയുള്ളൂ എന്നാണ് നീ കരുതിയിരിക്കുന്നത്. നിന്റെ കഴിവുകേടുകൾ മറയ്ക്കാൻ വേണ്ടിയാണ് നീ എന്നെ ഉപയോഗിക്കുന്നത്. ഇതൊന്നും നിനക്ക് അവകാശപ്പെട്ടതല്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നീ എന്നെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇല്ലു അയാളെ വിമർശിക്കുന്നു. നിന്നെ ഉപയോഗിച്ച് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ദുബോ എന്നെ അധികാരം ഏൽക്കാൻ നിർബന്ധിച്ചത്. നീ കാരണമാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് എന്ന് മുറോങ് പറഞ്ഞെങ്കിലും അപ്പോഴും അവൾ അയാൾ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. അവസാനം അയാൾ അവളെ തല്ലുന്നുണ്ട്. ഒട്ടും പഠിച്ചു നിൽക്കാതെ അടുത്ത സെക്കൻഡിൽ തന്നെ ഇല്ലു അയാൾക്കിട്ട് തിരിച്ചൊരെണ്ണം പൊട്ടിക്കുന്നു. നാണക്കേട് കാരണം മുറിയിലുണ്ടായിരുന്നവരെല്ലാം പുറത്തിറക്കിയിട്ട് അയാൾ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കൊല്ലാൻ തുടങ്ങുന്നു. പക്ഷെ അപ്പോഴും നിനക്കെന്നെ കൊല്ലാൻ കഴിയില്ല. കൊന്നാൽ ഇത്ര കഷ്ടപ്പെട്ട് നീ എന്നെ രാജ്ഞിയാക്കാൻ തീരുമാനിച്ചത് വെറുതെ ആയി പോകും. അതോടെ നിന്റെ അന്തസ്സും തകരും എന്ന് പറഞ്ഞ് അവൾ എതിർത്ത് നിൽക്കുന്നു. അവസാനം അയാൾക്ക് പിന്മാറേണ്ടി വരുന്നു. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ആദ്യം മുതലേ അയാളുടെ ഇഷ്ടത്തിന് നിന്നിരുന്നെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കഥ കൂടി അവൾ അയാളോട് പറയുന്നുണ്ട്. നിന്റെ ഭാര്യയായി നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ച് നമുക്കൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവനെ ദുബൈയുടെ സഹായത്തോടെ ഞാൻ അടുത്ത രാജാവാക്കും. നിങ്ങൾക്ക് വിഷം തന്ന് കൊല്ലുകയും ചെയ്യും. പിന്നെ ഈ നാടിൻ്റെ ഭരണം മുഴുവൻ എൻ്റെ കയ്യിലായിരിക്കും. എല്ലാം തീരുമാനിക്കുന്നത് ഞാനായിരിക്കുമെന്നൊക്കെ ഒരു ഹൊറർ വെർഷൻ ഇല്ലു അയാളോട് പറയുന്നു. ദുബോ നിന്നെ ഒരു ഭ്രാന്തിയാക്കിയിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം മുതൽ
തന്നെ ഇങ്ങനെയായിരുന്നു. ആർക്കു വേണ്ടിയും എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്കെന്നെ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അനുസരണയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കരുതെന്ന് അവൾ പറയുന്നു. തൻ്റെ നമ്പറുകളൊക്കെ ശരിക്കും ഏൽക്കുന്നുണ്ട് എന്ന് അവൾ സമാധാനിച്ചപ്പോഴാണ്, നിന്നെ രാജ്ഞിയാക്കുന്ന ദിവസം തന്നെ ഞാൻ ദുബായെ കുതിരകളെ കൊണ്ട് കെട്ടിവലിപ്പിച്ച് അവൻ്റെ ശരീരം കഷ്ണങ്ങളാക്കി വലിച്ചു കീറും എന്നയാൾ പറയുന്നത്. അതവളെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിച്ചിട്ട് തൽക്കാലം മുറങ് അവിടെ നിന്ന് പോകുന്നു. ദുവ തൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഭാഗം വലിച്ചു കീറി അതിൽ ബ്ലഡ് കൊണ്ട് 3 ദിവസം കഴിയുമ്പോൾ ഉച്ചയ്ക്ക് അവിടെ എത്തണം എന്നൊരു മെസ്സേജ് എഴുതി തടവറയിലെ ഒരു രഹസ്യ സ്ഥലത്ത് വെക്കുന്നു. കിരീടധാരണ സമയത്ത് ഇല്ലുവിന് ധരിക്കാനുള്ള ഡ്രസ്സൊക്കെ ശരിയാക്കി കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷെ അതിൽ തൊട്ടുകൊണ്ട് അവൾ പരസ്പരാന്തമില്ലാതെ ഓരോന്നും സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾക്ക് പ്രേതബാധ ഏറ്റതാണെന്ന് കരുതി കൂടെ ഉണ്ടായിരുന്ന തോഴി പേടിച്ച് മുറിയിൽ നിന്ന് ഓടിപ്പോകുന്നു. ഇല്ലു എന്തൊക്കെയോ കാര്യമായ കണക്കൂട്ടലിലാണ്. രാത്രിയെന്നോ പകലതോ ഇല്ലാതെ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ പെരുമാറാൻ തുടങ്ങുന്നു. കൊട്ടാരത്തിലെ ജോലിക്കാർക്കിടയിൽ അവൾക്ക് പ്രേതബാധ ഏറ്റു, മനോനില തെറ്റിയെന്ന ന്യൂസ് സ്പ്രെഡാവുന്നുണ്ട്. വാർത്ത മുറങ്ങിൻ്റെ ചെവിയിലും എത്തുന്നു. പക്ഷേ അയാളത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. രക്ഷപ്പെടാനുള്ള അവളുടെ പുതിയ തന്ത്രമാണ് എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും എത്ര ഭ്രാന്തിയായാലും നീ തന്നെ ആയിരിക്കും എൻ്റെ രാജ്ഞി. അതിന് ഒരു മാറ്റവും ഉണ്ടാൻ പോകുന്നില്ല എന്നയാൾ അവളുടെ അടുത്ത് നിന്ന് പറയുന്നു. അവൾ പക്ഷെ അതൊന്നും കേൾക്കുന്നതായി പോലും തോന്നുന്നില്ല. അവൾക്ക് ഭ്രാന്ത എന്ന വാർത്ത മന്ത്രിമാരുടെ ചെവിയിലും എത്തിയിരുന്നു. അടുത്ത ദിവസം അവർ സഭയിൽ അതും പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു. ഒന്നാമത് അവൾ ഒരു രാജ്യദ്രോഹിയുടെ മകളാണ്, ഇപ്പോൾ ഒരു ഭ്രാന്തിയുമായിരിക്കുന്നു. അങ്ങനെയുള്ള അവളെ രാജ്ഞിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ ശക്തമായി എതിർക്കുന്നു. പക്ഷേ എതിർക്കുന്നവരെ കൊല്ലും എന്ന് മുറങ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും വായടക്കേണ്ടി വരുന്നു. ഇതിനിടയിൽ ദുബായിയുടെ സീക്രട്ട് മെസ്സേജ് കിട്ടി കാവയും ഷില്ലും കൂടി സൈനികരുടെ വേഷത്തിൽ തടവറയ്ക്കുള്ളിൽ കടന്ന് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇവരെ പറഞ്ഞ് മുറങ് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തണം എന്ന് ഓർഡർ ഇടുന്നു. ഇങ്ങനൊരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടായേക്കുമെന്ന് മുൻകൂട്ടി കണ്ടിരുന്ന ദുവോ വളരെ കാലം മുമ്പ് തന്നെ തടവറയ്ക്കുള്ളിൽ രഹസ്യ തുരക്കം നിർമ്മിച്ചിരുന്നു. അതുവഴിയാണ് അവർ രക്ഷപ്പെട്ടത്. മുമ്പ് ഇല്ലു കുറച്ച് ദിവസം പോയി താമസിച്ചിരുന്ന ഡ്രീം ഹൗസിലേക്കാണ് അവർ അവനെ കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ അവൻ്റെ കുറച്ച് സൈനികരും ടോങ്ങും ഒക്കെ ഉണ്ട്. അവരെ അവിടെ എത്തിച്ച ലിയാനും അവിടെയുണ്ട്. വഴിയിൽ വെച്ച് അവർ തമ്മിൽ കണ്ടിരുന്നു. അവൻ്റെ പരിചയത്തിലാണ് അവർക്കിവിടെ കയറി കൂടാൻ സാധിച്ചത്. അവരെ തന്നെ അവിടെ ഒളിവിൽ താമസിപ്പിക്കുന്നത് ആകെ തലവേദനയായിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചീഫിനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണോ? എല്ലാവരും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് ഡ്രീം ഹൗസ് ഓണർ അവരോട് പറയുന്നു. അവരുടെ പഴയ റൊമാൻസിനെ കുറിച്ചൊക്കെ അറിയാമായിരുന്ന ലിയാൻ, പ്രണയിക്കുന്നവർ തമ്മിൽ അകലുന്നത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ശോഭപ്പെടുന്നുണ്ട്. ദുവ അപ്പോൾ തന്നെ അവിടെ നിന്ന് പോകാൻ തയ്യാറായെങ്കിലും വാൻവാനെ കൊട്ടാരത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ അവൻ്റെ സഹായം വേണമെന്നുള്ളതിനാൽ ലിയാൻ അവനെ തടയുന്നു. ഡ്രീം ഹൗസിൻ്റെ ഓണർ അവസാനം അവരെല്ലാം അവിടെ താമസിക്കാൻ അനുവദിക്കുന്നുണ്ട്. സിറ്റി മുഴുവൻ അടിച്ചുപറിക്കിട്ടും ദുബായെ കണ്ടെത്താൻ കഴിയില്ല എന്ന് യുഷു അറിയിച്ചപ്പോൾ മുറങ് ആകെ ദേഷ്യപ്പെട്ട് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തിയേ പറ്റൂ എന്ന് ഓർഡർ നൽകി അയാളെ പറഞ്ഞയക്കുന്നു. ഉത്തേജക സൂപ്പുകളുടെ അമിത ഉപയോഗം കാരണം അയാളുടെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാലും അതിൻ്റെ ഡോസ് കുറയ്ക്കാൻ അയാൾ തയ്യാറാക്കുന്നില്ല. ദുബായ് സംഘം രക്ഷപ്പെട്ട സ്ഥിതിക്ക് അവനെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് സുൻ അയാളോട് പറഞ്ഞപ്പോൾ, കിരീടധാരണം നടത്തുന്ന ദിവസം ഞാനും രാജ്ഞിയും കൂടി ഒരു പരേഡ് നടത്താം. ആ സമയത്ത് അവളെ രക്ഷിക്കാൻ വേണ്ടി അവൻ എന്തായാലും ശ്രമിക്കാതിരിക്കില്ല. അങ്ങനെ അവനെ പിടികൂടാമെന്ന് മുറങ് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ കിരീടധാരണ ദിവസം എത്തിയിരിക്കുന്നു. ഇല്ലു ഇപ്പോഴും ഭ്രാന്തമായ അവസ്ഥയിൽ തന്നെയാണെങ്കിലും രാജ്ഞിയുടെ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അവളെ അണിയിച്ചൊരുക്കുന്നു. ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് പോരെ ഈ ചടങ്ങ് നടത്തുന്നതെന്ന് അന്ന് രാവിലെ സുൻ മുറങ്ങിനോട് ചോദിക്കുന്നു. അതുകൊണ്ട് സുന്നിനെ തടവിലാക്കാൻ മുറങ് ഉത്തരപ്പെടുത്തുന്നുണ്ട്. മുറങ് പ്രതീക്ഷിച്ച പോലെ തന്നെ ദുവോ അന്ന് ഇല്ലുവിനെ രക്ഷിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തനിച്ചു പോകാനാണ് അവർ പ്ലാൻ ചെയ്തത്. പക്ഷേ തയ്യാറായി പുറത്തേക്കിറങ്ങിയപ്പോൾ കാവോയും ഷില്ലും മറ്റുള്ളവരും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് വളരെ അപകടം പിടിച്ച ഒരു മിഷനാണ് എന്ന് പറഞ്ഞ് ദുവോ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മരിക്കേണ്ടി വന്നാൽ പോലും ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അവർ. അവസാനം അവരെ ഒപ്പം കൊണ്ടുപോകാമെന്ന് അവൻ സമ്മതിക്കേണ്ടി വരുന്നു. അവർ മടങ്ങി വരുന്നവരെ ടോങ് അവിടെ നിൽക്കാനാണ് തീരുമാനിച്ചത്. ആപത്തൊന്നും കൂടാതെ എല്ലാവരും തിരികെ എത്തണമെന്ന് അവൾ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി ഇല്ലുവിനെ രക്ഷിക്കാനായി അവസാനത്തെ ഫൈറ്റ് എന്നോണം പുറപ്പെടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.